അങ്ങനെ എക്സാം ഒരു 1:30 ആയപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊരു സ്പെഷ്യൽ ഡേയും കൂടെയാണ് കേട്ടോ. അപ്പോൾ എന്താണെന്നല്ലേ അത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുമ്പോൾ മനസ്സിലാകും. ഹലോ ഗൈസ്, അപ്പോൾ അങ്ങനെ കുറേ ദിവസത്തിന് ശേഷമുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇത്. കുറച്ച് കാരണങ്ങളാൽ ഇടാൻ പറ്റിയില്ല, അത്രയേ ഉള്ളൂ. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ചോദിച്ചാൽ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് നിർത്തിയിട്ടുണ്ടായിരുന്നു. കണ്ടവർക്ക് അറിയാൻ പറ്റും, എനിക്ക് IT എക്സാം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മെയിൻ എക്സാമിന് വേണ്ടിയിട്ടായിരുന്നു, മെയിൻ IT എക്സാമിന് വേണ്ടിയിട്ടാണ് ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞങ്ങൾ സെൻറ്ററിലെത്തി. എൻ്റെ ഇൻറ്റേൺഷിപ്പ് നടന്ന സ്കൂളിൽ തന്നെയായിരുന്നു സെൻറ്റർ. അങ്ങനെ എക്സാം ഒരു 1:30 ആയപ്പോൾ തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ വീക്കെൻഡ് ആയതുകൊണ്ട് തന്നെ വീട്ടിലോട്ട് പോന്നു. പിന്നെ ഒരു സ്പെഷ്യൽ ഡേയും കൂടെ ആയിരുന്നു, അച്ഛൻ്റെ നാടകമുള്ള ദിവസമായിരുന്നു. അപ്പോൾ ഞാൻ മെട്രോ ഒക്കെ കയറി ബസ്സൊക്കെ പിടിച്ച് നൈറ്റ് അച്ഛൻ്റെ നാടകം കാണാനായിട്ട് പോയി. മാനവീയത്തിൽ അച്ഛൻ്റെ നാടകം ഉണ്ടായിരുന്നു. എൻ്റെ അച്ഛനൊരു പ്രൊഫഷണൽ ഡ്രാമ ആർട്ടിസ്റ്റാണ്. പിന്നെ എവിടെ പോയാലും ഞങ്ങൾക്ക് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ ഫോട്ടോ എടുക്കുക എന്ന് പറയുന്നത് ഒരു വീക്ക്നെസ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ ഇങ്ങനെ എടുത്ത് കേട്ടോ. അഭിനയിക്കുമല്ല, അവർ ജീവിക്കുവാണ്, ഞാൻ പറഞ്ഞിരിക്കുന്നു. സോ ഇവർ അഭിനയിക്കുകയല്ല കേട്ടോ, ഇവർ ജീവിക്കുകയാണ്. എൻ്റെ അമ്മയൊക്കെ സീരിയസ് ആയിട്ടിരുന്ന് അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ അതിൻ്റെ ഇടയ്ക്കുള്ള കുരുത്തക്കേടുകളാണ് ഓരോ വീഡിയോസും ഫോട്ടോസൊക്കെ എടുക്കുക എന്ന് പറയുന്നത്. തികച്ചും സുതാര്യവും സജീവവുമായി കേരളം അച്ചടിച്ചൊരക്ഷരം കൊത്തിവച്ചു ശാന്തനായി സത്യമാർഗിയായ ചാവറപ്പിതാവിനുറ്റ കേരളം ചട്ടമൊക്കെ മാറ്റണം എന്നു ചൊന്ന ധീര. സോ ഇതായിട്ട് അവിടുത്തെ ഡെക്കറേഷൻ, എനിക്ക് ലൈറ്റൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ എല്ലാവരും പോയതിന് ശേഷമാണ് ഞങ്ങൾ നാടകമൊക്കെ കണ്ടു കഴിഞ്ഞ് പോയത്. അപ്പോൾ അച്ഛൻ്റെ ക്യാരക്ടർ ഞാനിതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ മനസ്സിലായവർ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഓക്കെ, ബൈ, നെക്സ്റ്റ് വീഡിയോ കാണാം.